നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മിത്തുകളെയും കെട്ടുകഥകളെയും ഒക്കെ എടുത്ത് ചരിത്ര സംഭവങ്ങളാക്കുന്ന ശ്രമം കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഇതിനെ തെളിവായിരുന്നു 19ാം നൂറ്റാണ്ട് സിനിമ ഇറങ്ങിയ സമയത്തുണ്ടായ നങ്ങേലിയും മുലച്ചിപ്പറമ്പ് വിവാദവും. മുലക്കരത്തിനെതിരെ തന്റെ രണ്ട് മുലകളും ഛേദിച്ച നാടുവാഴിയുടെ മുന്നിൽ വെച്ച നങ്ങേലിയുടെ കഥ കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക നായകർ എടുത്തു പറയാറുള്ളതാണ്. പക്ഷേ ഈ കഥയ്ക്ക് ചരിത്രത്തിന്റെ പിൻബലം ഇല്ല. മാത്രമല്ല, മുലയ്ക്ക് പ്രത്യേകമായി കരവും തിരുവിതാംകൂറിൽ ഇന്ന് വരെ ഏർപ്പെടുത്തിയിട്ടുമില്ല. ആൺപെൺ വ്യത്യാസം മനസ്സിലാക്കുവാനാണ് തല മുല എന്ന രീതിയിൽ വേർതിരിച്ചത്. എന്നാൽ മുല മുറിച്ച് ഇലയിൽ വെച്ച് കൊടുത്തുവെന്ന് പറഞ്ഞ് നങ്ങേലിയുടെ പേരിൽ അനുസ്മരണം പോലും ഈ നാട്ടിൽ നടന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറെ കൊണ്ടാടപ്പെട്ട കഥയാണ് വിഗതകുമാരൻ എന്ന JD ഡാനിയലിന്റെ ആദ്യ മലയാള ചലച്ചിത്രത്തിലെ നായിക അവർണയായതുകൊണ്ട് സവർണർ തിയേറ്റർ കത്തിച്ചുവെന്നും റോസിക്ക് നാട് വിടേണ്ടി വന്നെന്നും എന്നുള്ളത്. എന്നാൽ ഇതും പൂർണ്ണമായും കെട്ടുകഥയാണെന്നാണ് സമർത്ഥിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ മനോജ് ബ്രൈറ്റ് ആണ് ഈ പ്രസ്താവന കൊണ്ടുവന്നത്. വിഗതകുമാരൻ ആദ്യ പ്രദർശനത്തിന് ശേഷമുള്ള പത്രവാർത്തകൾ അദ്ദേഹം ഇതിനായി ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർ മനോജ് ബ്രൈറ്റ്സിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പലതവണ ആവർത്തിച്ച് സത്യമായി തീർന്ന ഒരു നുണക്കഥയാണ് PK റോസി എന്ന നടിയുടേത്. അവർണ നടിയായതുകൊണ്ട് സവർണർ വിഗതകുമാരന്റെ ആദ്യ പ്രദർശനം തന്നെ അലങ്കോലപ്പെടുത്തിയെന്നും റോസിക്ക് അതുമൂലം അവിടെ ജീവിക്കാനാവാതെ ഒളിച്ചോടേണ്ടി വന്നു എന്നുമാണ് കഥ. ഇത് കുറെ പറഞ്ഞപ്പെട്ടതാണ്, ഒരു സിനിമയുമായതാണ്. കഥകളല്ലാതെ കൊള്ളാവുന്ന ഒരു തെളിവും എവിടെയും കണ്ടിട്ടില്ല. 1930കൾ എന്ന് പറയുമ്പോൾ പത്രങ്ങളൊക്കെയുള്ള കാലമാണ്. ഈ പറയുന്ന സംഭവത്തിന്റെ ഒരു സമകാലിക റിപ്പോർട്ടെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രദർശനം തുടങ്ങിയതിന് പിറ്റേ ദിവസത്തെ ഹിന്ദു പത്രം ഇവിടെ കാണാം. അതിലെവിടെയും പ്രദർശനം അലങ്കോലപ്പെട്ട വിവരമൊന്നും പറയുന്നില്ല. ഒക്ടോബർ 28ാം തീയതിയിലെ നസ്രാണി ദീപികയിലെ ആസ്വാദനക്കുറിപ്പിൽ ആളുകൾ പടം നന്നായി ആസ്വദിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആളുകൾ സർക്കാർ ജോലിക്കായി കാത്തിരിക്കാതെ സിനിമാ അഭിനയം മുതലായ നൂതന ജോലി സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് അതിൽ പറയുന്നത്. അതിനായി JC ഡാനിയൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നൊരു കമ്പനി തുടങ്ങിയതായും പറയുന്നുണ്ട്. ഇതിലും സവർണർ പ്രദർശനം തളങ്കോലപ്പെടുത്തിയതോ റോസിയെ കല്ലെറിയുകയോ ചെയ്തതായി പറയുന്നില്ല. 1930 നവംബർ 1ാം തീയതിയിലെ മാതൃഭൂമിയിൽ, അതായത് ഒരാഴ്ചയോളം കഴിഞ്ഞ സിനിമ കാണാൻ ആളുകൾ ഹാൾ നിറയെ കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയും നോ അലങ്കോല വാർത്ത ഇല്ലെന്ന് മാത്രമല്ല, സിനിമ ഒരാഴ്ചയ്ക്ക് ശേഷവും പ്രദർശിപ്പിക്കപ്പെടുന്നതായും മനസ്സിലാക്കാം. ആദ്യ പ്രദർശനത്തിൽ തന്നെ സ്ക്രീൻ കുത്തിക്കീറിയെങ്കിൽ പിന്നെ എങ്ങനെ തുടർന്നും സിനിമ പ്രദർശിപ്പിക്കും? പിന്നെ ഈ ക്യാപിറ്റോൾ തിയേറ്റർ എന്ന ഈ ഒരു സിനിമ കളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്ഥാപനമല്ല. വിഗതകുമാരന് മുൻപും ശേഷവും അവിടെ സിനിമകളും നാടകങ്ങളും കളിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവിടെ സവർണർ അവർണർ സിനിമയും നാടകങ്ങളും കണ്ടിട്ടുമുണ്ട്. അല്ലാതെ സവർണർ മാത്രമല്ല അവിടുത്തെ പേട്രൺസ്. സവർണർ മാത്രം വെച്ച് തിയേറ്റർ നടത്തിക്കൊണ്ട് പോകാനാവും. ടിക്കറ്റ് എടുക്കുന്ന ആർക്കും അകത്ത് കയറാം. അതിനുള്ളിൽ അയിത്തമൊന്നുമില്ല. മറ്റൊരു നങ്ങേലി കഥയാണ് PK റോസി കഥയും. ഇങ്ങനെയാണ് ഡോക്ടർ മനോജ് ബ്രൈറ്റ്സിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. 1930 നവംബർ 7-ന് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലായിരുന്നു നിശബ്ദ സിനിമയായ വിഗതകുമാരൻ റിലീസ് ചെയ്തത്. എന്നാൽ വിക്കിപീഡിയയിൽ അടക്കമുള്ളത് മറ്റൊരു കഥയാണ്. സവർണ കഥാപാത്രത്തെ കീഴ്ജാതിക്കാരി അഭിനയിച്ച് ഫലിപ്പിച്ചത് കൊണ്ട് തിയേറ്ററിൽ റോസിയുടെ ചിത്രം കടന്നു വന്നപ്പോഴേക്കും കാണികൾ കൂവിയും ചെരുപ്പ് വലിച്ചെറിഞ്ഞുമാണ് എതിരേറ്റത്. വെള്ളിത്തിര കുത്തിക്കീറുകയും ചെയ്തു. തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ വെച്ച പരസ്യമായ റോസിയെ വസ്ത്രാക്ഷേപം ചെയ്യുക വരെയുണ്ടായി. നഷ്ടനായിക, സിനിമയുടെ ചരിത്രം എന്നീ ഗ്രന്ഥങ്ങളിലെ വിവരങ്ങളെക്കുറിച്ചും തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിക്ക് സമീപമായിരുന്നു റോസിയുടെ വീട്. ദളിത് വിഭാഗത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു റോസി. കുശിനിക്കാരനായിരുന്നു അച്ഛൻ. വിഗതകുമാരനിൽ അഭിനയിച്ചതിനെ തുടർന്ന് റോസിക്കും വീട്ടുകാർക്കും സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അവരെ വിവാഹം കഴിക്കാൻ പോലും ആരും തയ്യാറായില്ല. പിടിച്ചു നിൽക്കാനാവാതെ റോസി ഒരു ഡ്രൈവറുടെ കൂടെ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടി. വീട് വിറ്റ് വീട്ടുകാരും സ്ഥലം വിട്ടു. പിന്നീട് അവരെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. റോസി എന്ന പേര് സിനിമയ്ക്ക് വേണ്ടി സ്വീകരിക്കാവുമെന്നും യഥാർത്ഥ പേര് രാജമ്മ എന്നാണെന്നാണ് രാജമ്മയുടെ ഇളയ സഹോദരൻ ഗോവിന്ദൻ എന്നാൾ വെളിപ്പെടുത്തുകയുണ്ടായി.
നാഗർകോവിലിലെ വടശ്ശേരി തെരുവിലാണ് രാജമ്മ ജീവിച്ചിരുന്നതെന്നും 12 കൊല്ലം മുൻപ് രാജമ്മ മരിച്ചുപോയുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. രാജമ്മ പേര് മാറ്റിയിരിക്കാമെങ്കിലും മതം മാറ്റിയിട്ടില്ല എന്നാണ് ഗോവിന്ദൻ അവകാശപ്പെടുന്നത്. ഇങ്ങനെയാണ് റോസിയെ പറ്റി വിക്കിപീഡിയയിൽ പോലുമുള്ള വിവരങ്ങൾ. പക്ഷേ ഇത് ശരിയാണ് എന്നതിൽ ആധികാരികമായി യാതൊരു രേഖകളുമില്ല. ഒരുപക്ഷെ ഈ പറയുന്ന കഥകളെല്ലാം CPM സഖാക്കൾ പടച്ചുണ്ടാക്കിയ മുൻ ചരിത്രങ്ങളായിരിക്കാം.